ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മറന്നേക്ക് രാജു, ഇത് ജീവിതത്തിന്റെ അനുഭവങ്ങളാണെന്ന് കരുതിയാൽ മതി. എനിക്ക് നീ ഉള്ളതുപോലെ നിനക്ക് ഞാനും ഇല്ലടാ. രാജു കള്ളനല്ല. രാജുന് ഈ ജന്മത്തെ കള്ളനാകാനും പറ്റില്ല. ഇനി അഥവാ രാജു പണം എടുത്താലും എനിക്കതിൽ യാതൊരു കുഴപ്പമില്ല. രാജു എനിക്ക് അത്രയ്ക്കും പ്രിയപ്പെട്ടവനാണ്. എന്റെ പണം രാജുവിനും കൂടി അവകാശപ്പെട്ടതാണ്. കാരണം ഞാൻ ഉണ്ടാക്കിയ ഈ സ്വത്തുക്കളുടെ എല്ലാം പിന്നിൽ രാജുവിന്റെയും കൂടെ അധ്വാനവും കഷ്ടപ്പാടുമുണ്ട്. ആരെന്തു പറഞ്ഞാലും ഞാൻ രാജുവിനെ അവിശ്വസിക്കില്ല. ഒരാവശ്യം വന്നാ എന്നോട് പണം ചോദിക്കാൻ മടിക്കുന്ന ഈ രാജു പണം അപഹരിച്ചു എന്ന് പറഞ്ഞ ഞാൻ വിശ്വസിക്കില്ല. അങ്ങനെ ഒരു മണ്ടനുമല്ല ഞാൻ. മറന്നേക്ക് രാജു, ഇത് ജീവിതത്തിന്റെ അനുഭവങ്ങളാണെന്ന് കരുതിയാൽ മതി. എനിക്ക് നീ ഉള്ളതുപോലെ നിനക്ക് ഞാനും ഇല്ലടാ. അച്ഛൻ പറഞ്ഞത് കേട്ടല്ലോ. ഇവിടെ ഇപ്പോ ഒരു പ്രശ്നമില്ല. കാണാതെ ക്യാഷ് എവിടെയുണ്ടെന്ന് ഞങ്ങൾ തന്നെ കണ്ടുപിടിച്ചോളാം. അല്ലേ ചെറിയച്ച? പിന്നല്ലാതെ. ചെകിട് നോക്കി രണ്ട് പെടപടച്ച ഇപ്പൊ തന്നെ പറയിപ്പിക്കാം, തത്ത പറയുന്നത് പോലെ. ചെറിയച്ച, വരദരാജ മുതലാളി, മുരുകപ്പ ചെട്ടിയാര്, പാണ്ഡിതുരൈ, ഉലക്കേട മൂട്, വളരെ തള്ളു. നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വലിയ കയറി വന്നത്? ഞങ്ങളിവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കായിരുന്നു. അതിനിടയിൽ വയ്യാ വയ്യായിട്ട് നിങ്ങൾ വന്ന എന്തിനാ? നീ എന്തായാലും കണ്ടവരെ പറ്റിച്ച് ജീവിക്കല്ലേ. ആ കൂട്ടത്തിൽ ഞാനും കൂടെ അങ്ങ് ജീവിച്ചോട്ടെ. അങ്ങനെ നിങ്ങളിപ്പോ ഓസ്റ്റിന് ജീവിക്കണ്ട. നിങ്ങൾ എന്തോന്ന് ഇപ്പൊ അവിടെ തട്ടിവിട്ടത്? നിങ്ങളെ വർത്താനം കേട്ട് കഴിഞ്ഞാ അമേരിക്കയിലെ അംബാസഡറിനെ തോന്നുമല്ലോ. നാക്കിട്ടല്ലച്ച ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചോട്ടടാ. നിങ്ങൾ തുണി ഇലക്കയും വീടടിച്ചു വാരി ജീവിച്ചാ മതി. ശിവനെ കൊണ്ട് 9 മാസവും 9 ദിവസവും 9 വിനാഴികയും കൊണ്ട് നൊന്ത് പ്രസവിച്ചതാ നിന്നെ ഞാൻ. നിങ്ങൾ എന്തുപോലെ നാടകളി തുടങ്ങിയത്? നാടകം കളിയാ? ഈ ഡയലോഗ് ഞാൻ ഏതോ നാടകത്തിൽ കേട്ടതാ. ഞാനും ഇത് എവിടെയോ കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ സ്ഥലം വിട്ടോളണം. നിങ്ങൾ എനിക്ക് നാടക്കാട് ശല്യമാണ്. ഞാൻ എങ്ങും പോവൂല. ഞാൻ രണ്ടും കൽപ്പിച്ച് തന്നെ വന്നത്. ദൈവമേ, ഇതൊരു ബാധയായല്ലേ. അമ്മാ, ഞങ്ങൾ ഇവിടെ ഒരു 100 കൂട്ടം പ്രശ്നത്തിലാ. ഈ വീടൊരു അഗ്നിപർവ്വത. എന്ത് പർവ്വതം? അഗ്നിപർവ്വതം. ഇതിപ്പം പൊട്ടും. ഓ പൊട്ടട്ടെ, നമുക്ക് ഒരുമിച്ച് ചാവാം. എല്ലാരും കൂടെ ചാവുമ്പം തമാശയൊക്കെ പറഞ്ഞ് ചാവാം. നിങ്ങൾ ആരും ഇങ്ങോട്ട് ക്ഷണിച്ചിട്ടില്ല. നിങ്ങൾ ഇവിടുന്ന് പോയേ പറ്റൂ. നീ ഇപ്പൊ നിന്റെ ഭാര്യയുടെ തലേണ മന്ത്രത്തിൽ മയങ്ങി പൂസായി കിടക്കുവാ. അത് ശരിയാ. ഇപ്പൊ ഞാൻ പറയുന്ന പ്രിയക്കും പ്രിയ പറയുന്നത് എനിക്കും മനസ്സിലാവും. അതിന് കാരണം
ഇടയ്ക്കുന്ന് കുത്തിത്തിരിപ്പുണ്ടാകാനേ നിങ്ങളില്ലാത്തോണ്ടാ. ഇവര് പിന്നെയും വന്നതേ നമ്മളെ തമ്മിൽ തെറ്റിക്കാനാണെന്നാ തോന്നുന്നേ. ആ നിങ്ങൾ ചക്കര ഈച്ചയും പോലെ ജീവിച്ചോ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ ഞാൻ വന്നത് ഒരു വിശ്രമ ജീവിതത്തിനാ. വിശ്രമ ജീവിതോ? ആ അതെ, റെസ്റ്റ്. നിങ്ങള് റെസ്റ്റ് മിസ്സായി കേട്ടോ. എടാ, ഞാൻ ഇത്രയും കാലം അടുക്കള പണി ചെയ്തും കണ്ടവന്റെ വീഴ്പലകയും തളർന്ന്. എന്റെ മക്കളെ, ഇനി കുറെ കാലം റെസ്റ്റ് എടുത്തേ പറ്റൂ. എന്റെ അമ്മേ, ഇതിന്റെ ഭാര്യ വീടാ. അതെ, ഭാര്യയുടെ വീട്ടില് യാതൊരു ഉളുപ്പില്ലാതെ നീ ജീവിക്കല്ലേ. ആ, മോൻ താമസിക്കുന്നിടത്ത് അമ്മയ്ക്കും താമസിക്കാം. ഇതൊരു ഇടുത്തി വീട പോലെ ആയാലൂടി പ്രിയേ. നിന്റെ വീട് പണിയും കഴിഞ്ഞ് ഞാൻ ആ വീടിനകത്ത് കയറി ഒരു ദിവസമെങ്കിലും താമസിച്ചിട്ടേ പോകും. നടക്കത്തില്ല. നടക്കും. അത് മാത്രമല്ല, വേറെയും ചില ലക്ഷ്യം കൂടെ എനിക്കുണ്ട്. എന്ത് ലക്ഷ്യം? നിന്റെ ആങ്ങള വളരെ നല്ലവനാ, രാജു. അവനും ആ മന്ത്രിയുടെ മോളുമായിട്ട് മുടങ്ങിയ കല്യാണം ഈ കൊച്ചമ്മണി നടത്തും. ആ മന്ത്രിയുടെ വീട്ടിൽ ഞാൻ ഒരാഴ്ച താമസിക്കുകയും ചെയ്യും. അമ്മ, ഈ കല്യാണം നടക്കാൻ പാടില്ല. അത് നടന്ന നഷ്ടം നമുക്കാ. എന്ത് നഷ്ടം? ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടല്ലേ. എന്റെ അളിയന്റെ കല്യാണം ഞാൻ നടത്തിക്കോളാം. അപ്പൊ അതിലെന്തോ ഒരു കോളുണ്ടല്ലോ. ആ, നീയല്ലയോ കക്ഷി. ദേ, ഒരു കാര്യം സത്യോ, നീ ഇവിടെ കിടന്ന് എത്ര കയറ് പൊട്ടിച്ചാലും ശരി, ഞാൻ ഇവിടുന്ന് പോകത്തില്ല. നമ്മൾ എന്ത് ചെയ്യടി പ്രിയേ? സഹിച്ചു. ഇതിന്റെ എല്ലാ അണിയറ ശില്പികൾ ദീപക്കും ചേച്ചിയുവാ. അതിന് യാതൊരു സംശയം വേണ്ട. എത്ര വില കുറഞ്ഞ ഏർപ്പാടാ ചേച്ചി ദീപകിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. ഹൃതികമുള്ള വേദനിപ്പിക്കണം, ഒറ്റപ്പെടുത്തണം. രാജുവിനെ എങ്ങനെയെങ്കിലും നാണം കെടുത്തി ഇവിടുന്ന് പുറത്താക്കണം. അതിന് വെക്കുന്ന കെണികളാ ഇതൊക്കെ. അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാവില്ലേ ഇതൊക്കെ. ആ ക്യാഷ് എടുത്തിരിക്കുന്നത് ദീപക് തന്നെ ചെറിച്ച. അമ്മായി അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചതായിരിക്കും. രാജു ക്യാഷ് എടുക്കാൻ അകത്തേക്ക് പോയ സമയം മുതല് അറിയാതെയാണെങ്കിലും ഞാൻ ചേച്ചിയും ദീപകിനെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നു. അപ്പോഴേ ഞാനൊരു അപകടം മണത്തതാ. ഒന്നാമത്തെ ആ ചെറുക്കൻ ചെറുപ്പം മുതലേ ക്രിമിനലാ. അവനെ നന്നാക്കുന്നതിന് പകരം ചേച്ചി അവനെ കൂടുതൽ വഷളാക്കുക. ആ ക്യാഷ് എടുത്തത് ആരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം ചെറിച്ച.